ചേച്ചി കുന്നപ്പാടിയുടെ കടയിൽ നിന്ന് മണിക്കടല മേടിക്കുമ്പോഴേ ഏട്ടന് ഞാൻ ശ്രദ്ധിച്ചതാ ഏച്ചിനെ തന്നെ ഇങ്ങനെ വായും പിടിച്ച് നോക്കി നിൽക്കുന്നുണ്ടേനു. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല പറഞ്ഞേക്ക്. ശരിക്കും ഇഷ്ടല്ലേ? അങ്ങനെയല്ല, എന്നാലും ഒരു ഗമ ഉണ്ടാവും. ഏട്ടനെ കാണാൻ നല്ലതാ, പക്ഷെങ്കിൽ ഒരു കള്ള ലക്ഷണമുണ്ട്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. നോക്ക് നോക്ക്, അതുകൊണ്ട് അച്ഛനുണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇനി ആവർത്തിക്കൂല. സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവരാ ഞാൻ. അറിയോ? അതെനിക്കറിയില്ലേ. കത്ത് കത്ത് കത്ത്. ഇന്നലെ രാത്രി 11 വരെ ഉറങ്ങിയിട്ട് പിന്നെ മനസ്സിലെത്തി പഠിക്കാന്ന് വെച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എഴുന്നേറ്റപ്പോ രാവിലെ 7 മണിയായി. ഒരു വെണ്ടൊക്കെ അറിയാണ്ട പരീക്ഷയ്ക്ക് പോയത്. ആയതിനാൽ വീട്ടിൽ ചെല്ലുമ്പോ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ തെങ്ങ് കെട്ടിട്ട് അടിക്കും. പോന്ന വഴിക്ക് മൊത്തത്തിൽ ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഇതിനാണോ എന്റെ പിന്നാലെ നടന്ന? ഇതാണോ ഡിയർ? എനിക്ക് അനിയ ഇഷ്ട കല്യാണം കഴിക്കണമെന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാ സമാധാനമായി. എനിക്ക് കുടുംബം കുട്ടിയൊന്നും ഇല്ല. അനി ഇവ്ളോ വയസ്സായിട്ടോ ഇന്നും കല്യാണം ആകലെ? ഇത് വയസ്സനായി മേക്കപ്പ് ഇട്ടിരിക്കുക. എന്നെ കുറിച്ച് ഓർക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. ഞാനത് ചോദിക്കരുതായിരുന്നു.